അങ്ങനെ സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പയുടെ രണ്ടാം ഭാഗം പുഷ്പ ദ റൂൾ ഇന്നലെ റിലീസായിരുന്നു. അറഞ്ചം പുറഞ്ചം ട്രോളുകൾ കിട്ടിയത് കൊണ്ടായിരിക്കാം സിനിമ ഇപ്പോൾ ബഹിരാകാശവും കടന്ന് ഏതാണ്ട് മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോ സുകുമാറിനെ ഞാൻ മലയാളത്തിലോട്ട് ക്ഷണിക്കുകയാണ്. കാരണം അദ്ദേഹം മെഗാ സീരിയൽ ചെയ്യാൻ സൂപ്പറാണ്. ഇവിടെ മെഗാ സീരിയൽ നിരോധിക്കാൻ പോകുന്നവരോടൊക്കെ തല്ലിക്കൊല്ലാം. സുകുമാറിനെ പോലെ ഒരാൾ ഉണ്ടെങ്കിൽ മെഗാ സീരിയലും സൂപ്പറായിരിക്കും. പുഷ്പയുടെ അവസാനമൊക്കെ കണ്ണ് നനഞ്ഞു പോയിട്ടുണ്ട്. വളരെ സെന്റിമെന്റൽ ആയിരുന്നു. ഒരു പാവം കുഞ്ഞിപ്പൂവിന്റെ കഥയാണ് പുഷ്പ ദ റൂൾ രണ്ടാം ഭാഗം. ഫാമിലി ആയിട്ട് എല്ലാവർക്കും കാണാം. പിന്നെ പൊങ്ങത്തില്ല എന്നല്ലല്ലോ, താഴത്തില്ല എന്ന് ഒന്നാം ഭാഗത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അല്ലു അർജുൻ താഴത്തില്ല എന്ന് പറയുന്നു എന്നതിന്റെ ഒറ്റ കാരണം പുഷ്പ 2-ൽ കറക്റ്റായിട്ട് സുകുമാർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരേ ഒരു കാരണം രശ്മിക മന്ദാനയാണ്. എന്തുകൊണ്ടാണ് താഴാത്തതെന്ന് രശ്മിക മന്ദാന വ്യക്തമാക്കിയിട്ടുണ്ട് പുഷ്പ 2-ൽ. സിനിമ കണ്ടാൽ മനസ്സിലാവും. നെക്സ്റ്റ്, സത്യത്തിൽ പുഷ്പ ഒരു ചന്ദന വേട്ടക്കാരൻ മാത്രമല്ല, യഥാർത്ഥത്തിൽ അദ്ദേഹം മികച്ച ഒരു ഒളിമ്പിക്സ് ചാട്ടക്കാരൻ കൂടിയാണ്. കാരണം ഏതെങ്കിലും ഒരു ഒളിമ്പിക്സിൽ പുഷ്പ മത്സരിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ലോങ് ജമ്പിൽ അദ്ദേഹത്തിന് വേൾഡ് റെക്കോർഡ് സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു. ഇത് ഷുവറായിട്ടുള്ള കാര്യമാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. അതുപോലെ തന്നെ പുഷ്പയുടെ കാറ്റേറ്റ് കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഫഹദിനും ലോങ് ജമ്പിൽ ഒരു കഴിവ് വന്നിട്ടുണ്ട്. വരുംകാല മലയാള സിനിമകളിലും പാൻ ഇന്ത്യൻ സിനിമകളിലും ഫഹദിന്റെ ആ കഴിവ് പുറത്തെടുക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. കാരണം ഒരു കണ്ടെയ്നറിൽ നിന്ന് മറ്റേ കണ്ടെയ്നറുണ്ട്, അവിടുന്ന് ഇപ്പുറത്തോട്ട് ചാട്ടം. തിരുവനന്തപുരം സൂവിൽ പോയിട്ട് പോലും കുരങ്ങന്മാര് ഇത്ര ഭംഗിയായിട്ട് ഇത്രയും സൂപ്പറായിട്ട് ചാടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉറപ്പായിട്ടും അല്ലു അർജുൻ പുഷ്പയെ കാത്ത് ഒരു ഗോൾഡ് മെഡൽ ഇരിപ്പുണ്ട്. അടുത്ത ഒളിമ്പിക്സിലോട്ട് ഇപ്പൊ തന്നെ റിക്വസ്റ്റ് കൊടുത്തേക്കണം. പിന്നെ മലയാളത്തിലോട്ട് സിനിമ ഡബ് ചെയ്തവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അവന്റെ മേലാസകലം വരഞ്ഞ് ബാർബിക്യൂ ചിക്കൻ ആക്കണം. എന്റെ പൊന്നെ, എന്ത് അടിപൊളിയായിരുന്നു അറിയാമോ? അവസാന ക്ലൈമാക്സിൽ ഒരു സാധനമുണ്ട്. എവിടെയോ ഡയലോഗ് പോകുന്നു, എവിടെയോ സീൻ പോകുന്നു. അവസാനമായതുകൊണ്ട് മറന്നു പോയതായിരിക്കാനാണ് ഒരു സാധ്യതയുള്ളത്. ആ ഒരു സാധ്യത കണക്കിലെടുത്ത് നമുക്കത് മാറ്റി നിർത്താം. എന്തായാലും ഒരു നല്ല അപരാധം. പിന്നെ ഈ ചിറ്റൂര് ടൗണ് മുഴുവൻ പുഷ്പയുടെ കക്ഷത്താണെന്ന് പറയുന്നുണ്ട്. ഈ പുഷ്പയുടെ കക്ഷത്ത് ഇത്ര ഞെരുങ്ങിയിരിക്കുന്ന ചുമ്മാതല്ല, പുഷ്പയുടെ കൈ ഇങ്ങനെ ഇരിക്കുന്നല്ലേ. ആ ചിറ്റൂർ ടൗൺ ഉള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നാഷണൽ അവാർഡ് കിട്ടിയ മുതലാണിതെന്ന് ആലോചിക്കണം. ഈ വർഷവും ഒരു നാഷണൽ അവാർഡിനുള്ള എല്ലാം മണക്കുന്നുണ്ട്. ഇനി അത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് പാതിരംഗം കൊടുക്കുമെന്ന് എന്റെ പേടി. കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. മൂന്നാം ഭാഗം എന്തായാലും ഞാൻ കാണൂല. അനുഭവിക്കാനുള്ളവർ അനുഭവിക്കുക, കാണുക. എന്തായാലും ഒരു കുഞ്ഞു പൂവിന്റെ നൊമ്പരത്തിന്റെ കഥയാണ് പുഷ്പ 2. കുടുംബ പേരില്ലാത്തത് കൊണ്ട് കരയുന്ന, സങ്കടപ്പെടുന്ന, അതായത് വില്ലന്മാർക്ക് മുൻപിൽ പോലും നെഞ്ചു വിരിച്ചു നിൽക്കുന്ന പുഷ്പ കുടുംബ പേര് പറയുമ്പോൾ വാടിപ്പോകുന്നു. പുഷ്പം. ആ ഒരു കുഞ്ഞു പൂവിന്റെ കഥയാണ് പുഷ്പ 2. ആ കുഞ്ഞു പൂവിനെ ആരും നോവിക്കരുത്. അത് പറന്നു പൊക്കോട്ടെ, ബഹിരാകാശത്തോ അതിന്റെ മുകളിലുള്ള ഏതെങ്കിലും ഗ്രഹത്തിലോ പോട്ടെ. താങ്ക് യു.